ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ രാധികാമ്മയും വരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, കാഞ്ചനയോട് എന്തിനാ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്, രഞ്ജുവിൻ്റെ അസുഖത്തെക്കുറിച്ച് എന്തിനാ കാഞ്ചനയോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കാഞ്ചനയാണ് ഏറ്റവും നല്ല ആൾ. കാരണം നമ്മൾ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലാണ് കുഴപ്പമുള്ളൂ. കാഞ്ചന ഇപ്പോൾ അവളുടെ അടുത്ത് രഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് അവളുടെ അസുഖത്തെക്കുറിച്ച് പറയും. അങ്ങനെ അതൊക്കെ ആ ഒരു ഷോക്കും അപ്പം നിന്നോടുള്ളൊരു സഹതാപം കൊണ്ടാണ് ഗോവിന്ദ് ഇവിടെ നിർത്തിയേക്കുന്നതെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ എന്താണല്ലോ ആ ഒരു ഷോക്കൊക്കെ കേൾക്ക് കഴിയുമ്പോൾ അവൾ അതുകൊണ്ടിന്ന് അവർ പോകുമെന്ന് പറയും. അപ്പം വരുൺ പറയാം, ഇത് പറ്റിയ സമയമാണ്. അപ്പം ഗീതു ഗോവിന്ദ് ഇവിടെ ഇല്ലല്ലോ, ഈ സമയത്ത് തന്നെ വേണം അവളുടെ അടുത്ത് ചെന്ന് പറയാൻ. അത് കാഞ്ചന പറഞ്ഞോളൂ, കാഞ്ചന അതിന് മിടിക്കുക എന്നുള്ള കാര്യമാണ് ഈ രാധിക ഇങ്ങനെ പറയുന്നത്. ശരിയാണ്, ഇങ്ങനെ ആ സമയം ഈ അവരില്ലാത്ത സമയത്ത് തന്നെ ഇവർ പറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, അല്ല ഗോവിന്ദും ഗീതവും കൂടെ എവിടെ പോയതാണെന്ന് ചോദിക്കും. അന്നേരം ഇപ്പം വരുൺ പറയും, അത് അവൾ എന്തോ പ്രഗ്നൻസിയുടെ എന്തോ ആവശ്യത്തിനായിട്ട് ഡോക്ടറെ കാണാൻ അങ്ങാണ്ട് പോയതാണ്. അത് എനിക്ക് മനസ്സിലായത് രേഖയിൽ നിന്നാണ്. രേഖ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയതാന്ന് പറയുമ്പം രാധികാമ്മ പറയും, കണ്ണൻ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, അത് അവൻ തെറ്റിച്ചോ അങ്ങനെ പറയുന്നുണ്ട്. പറയും അതിപ്പോൾ അതൊന്നും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടത്, അത് നമുക്കിനി അടുത്ത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യം രഞ്ജുവിനെ ഇവിടുന്ന് പറഞ്ഞു വിടുക എന്നുള്ളത്, അതെന്താണേലും ഇന്നത്തോടു കൂടി നടക്കുമെന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദനെയും കൂടിയാണ്. ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയായി എന്ന് ചോദിക്കുന്നുണ്ട്. ആൾക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ട്യൂമർ എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഇപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല, നാളെ നിങ്ങൾക്ക് സംസാരിക്കാം ആളുടെ അടുത്ത്. അപ്പോൾ പിന്നെ സംസാരിച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും, ആൾക്കിപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ്. ഇപ്പോൾ ആൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോകുവാണ്. ഗീതുവിന് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് ഗോവിന്ദ് ഇങ്ങനെ ചേർത്ത് നിൽക്കുക, ഇപ്പോൾ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ, ഇപ്പോൾ സന്തോഷമായില്ലേ എന്നിങ്ങനെ ഗോവിന്ദ് ചോദിക്കുന്നു. അപ്പോൾ ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഗീതു ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഗീതുവിന് നല്ല സന്തോഷമായി. കാഞ്ചനയാണെങ്കിൽ അതേസമയം ഇങ്ങനെ ഓരോ റൂമൊക്കെ കൊണ്ട് കാണിച്ചേക്കും. ആ റൂമിലാണെങ്കിൽ ഫാനിൻ്റെ സൗണ്ട്, നല്ലൊരു എയർ പോലും കയറാത്ത കൂട്ടൊരു റൂമാണ്. അപ്പോഴത്തേക്കും രഞ്ജു പറയും, എനിക്ക് ഈ റൂം വേണ്ട, എനിക്ക് വേറൊരു റൂം മതി, മുകളിലൊക്കെ റൂമുണ്ടല്ലോ, അപ്പോൾ അതിലേതെങ്കിലും തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും അതൊന്നും കൊള്ളില്ല, ആ റൂമിലൊക്കെ ഇവിടുത്തെ സാറിൻ്റെയൊക്കെ അച്ഛൻ്റെ പ്രേതമുണ്ട്, ഗോവിന്ദൻ്റെ അച്ഛൻ്റെ പ്രേതമുണ്ട്, അമ്മയുടെ പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ റൂമൊക്കെ അതൊന്നും ഉപയോഗിക്കാൻ കൊള്ളത്തില്ലാത്ത റൂമാണ്, ഇതാണ് നല്ല റൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് പറയും ഈ റൂമാണെങ്കിൽ ഏറ്റവും നല്ല റൂം ഇതാന്ന് പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, ഈ റൂമിലാണെങ്കിൽ ഒരു ഗുണവും കൂടിയുണ്ട്, പ്ലാസ്റ്റിക്കും അമോണിയം ഒന്നും വരില്ല, അങ്ങനത്തെ അസുഖങ്ങളൊന്നും വരത്തില്ല, ഒരസുഖങ്ങളൊക്കെ ഇങ്ങനെ വരും അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്, ആ അസുഖങ്ങളൊക്കെ മാറും എന്നൊക്കെ പറയുക കേട്ടോ. ഇത് കേട്ടോണ്ടാണ് ഇങ്ങനെ രേഖ നിൽക്കുക കേട്ടോ, രേഖ അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം ഇത് കേട്ടോണ്ടാണ് ഗീതു വരുന്നത്. ഗീതു വേഗം വന്ന് അവരുടെ ഇടയ്ക്ക് കയറും. പ്ലാസ്റ്റിക്കോ അമോണിയോ, ഞാൻ പറഞ്ഞു തരാം, അതെ ചുമ്മാ ഈ കാഞ്ചന പറയുന്നതെന്ന് പറഞ്ഞിട്ട് കാഞ്ചനനെ അവിടുന്ന് വലിച്ചു ഗീതു താഴത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ കൊണ്ടുവച്ച് ഗീതു കുറേ ദേഷ്യപ്പെടുന്നുണ്ട് കാഞ്ചനയുടെ അടുത്ത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കും. ആരാ നിങ്ങളുടെ അടുത്ത് രഞ്ജുവിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ പറഞ്ഞതെന്ന് പറയും. പക്ഷെ രഞ്ജുവിന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നില്ല എന്താണ്. പക്ഷെ രഞ്ജു എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അത് രാധികാമ്മ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും അതിനുള്ളത് രാധയ്ക്ക് കൊടുക്കുവാണ്. ഗീതു എന്ന് വെച്ച് രാധികയുടെ അടുത്ത് ഇങ്ങനെ പറയുക. എന്നിട്ട് രാധികയുടെ അടുത്ത് എന്ന് വെച്ച് ഇങ്ങനെ ഗീതു പറയുന്നുണ്ട്, പ്ലാസ്റ്റിക്കോ അമോണിയോ, വീഡിയോ ഞാൻ സെൻഡ് ചെയ്യണോ, കണ്ണേട്ടനെ ഞാൻ സെൻഡ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുമ്പം രാധികാമ്മ തന്നെ ഉണ്ടാക്കി വെച്ച പ്രശ്നമുണ്ട്, ഇത് രാധികാമ്മ തന്നെ പരിഹരിക്കാൻ പറയുന്നു. അങ്ങനെ റൂമിലേക്ക് പിന്നെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ രഞ്ജു ചോദിക്കും എന്താന്ന് ചോദിക്കും, എന്താ ഇങ്ങനെ കാഞ്ചന പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ പ്ലാസ്റ്റിക്കോ അമോണിയോ ഇത് എന്താന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഗീത പറയും അതൊന്നുമില്ല, അതെന്നാന്ന് വെച്ചാൽ കാഞ്ചനയല്ലേ പറഞ്ഞത്, കാഞ്ചന തന്നെ പറഞ്ഞു തരുമെന്ന് പറയുന്നത്. കാഞ്ചന പറയും, അത് ഈ മീനിനകത്തൊക്കെ നിറച്ചിപ്പോൾ അമോണിയ ഇട്ടല്ലേ വരുന്നത്, അതൊക്കെ കഴിച്ചാൽ ഓരോരോ അസുഖമൊക്കെ വരും, അതാന്ന് പറയും. അപ്പോൾ പ്ലാസ്റ്റിക് എന്നാന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും അവർ ഓരോന്നൊക്കെ പറയാം. എന്നിട്ടപ്പോഴത്തേക്കും രാധിക കയറി വന്നേച്ച് ആ പ്രശ്നം സോൾവ് ആക്കാൻ നോക്കുവാണ്. അല്ലെങ്കിൽ ഗീതു വീഡിയോ അയച്ചു കൊടുക്കുമെന്ന് തോന്നി. ഗോവിന്ദ് തന്നെ പ്രശ്നം അറിയാൻ വേണ്ടി ഗോവിന്ദ് വരും. അപ്പോഴത്തേക്കും ഗോവിന്ദ് വന്നപ്പോഴത്തേക്കും രഞ്ജു പറയും, എനിക്ക് ഒരു എയർ ഒക്കെ കയറുന്ന നല്ലൊരു റൂം ചോദിച്ചിട്ട് ഇവർ എനിക്ക് റൂം പോലും തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പറയും, മുകളിലത്തെ റൂമുണ്ടല്ലോ ആ റൂം എടുക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ ആ റൂമിലെ ഇവിടുത്തെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പ്രേതം ഉണ്ടെന്നാണ് പറയുന്നേ രാധിക ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അപ്പോഴത്തേക്കും പറയും ജീവിച്ചിരിക്കുന്ന ആളുടെ പ്രേതം എന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് പറയും അപ്പോൾ ഗീതു പറയും അന്ന് ഞങ്ങളുടെ റൂം കൊടുത്താലോ, ഞങ്ങളുടെ റൂം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് ഗീതു പറയും. രഞ്ജു അവിടെ കിടന്നോട്ടേ എന്ന് പറയും. അപ്പം രേഖ പറയും, വരുണേട്ടൻ്റെയും എൻ്റെ റൂം കൊടുക്കാം, ഞങ്ങൾ മുകളിലത്തെ റൂമിലേക്ക് മാറിക്കൊള്ളാം, ആ റൂം നല്ല റൂമല്ലേ എന്ന് പറയും. അപ്പോഴത്തേക്കും ഗീതു പറയും,
അതെ, ആ വീഡിയോയുടെ എനിക്ക് കണ്ണേട്ടനൊരു വീഡിയോ അയച്ചു കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിയുന്ന സമയത്താട്ടോ ഗോവിന്ദ് വരുന്നത്. അപ്പോഴത്തേക്കും രാധികാമ്മ കണ്ണുകൊണ്ട് കാണിക്കും അയക്കരുത്, ഞാനിത് സോൾവ് ചെയ്യാന്നുള്ള രീതിക്ക്. അന്നേരപ്പോഴത്തേക്കും വേഗം വന്നിട്ട് പറയും, ആ റൂമിലല്ലേ പ്രേതം ഉണ്ടെന്നൊക്കെ പറയണേ, ആ റൂമിൽ ഞാൻ കിടന്നോളാം, എൻ്റെ റൂമിൽ രഞ്ജു കിടന്നോട്ടെ എന്ന് പറയും. ഗോവിന്ദൻ്റെ അടുത്ത് പ്രിയ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കാട്ടോ. പ്രിയ എൻ്റെ റൂമാണ്, എൻ്റേതൊന്നും ഞാൻ ആർക്കും കൊടുക്കത്തില്ല, എൻ്റെ സ്ഥാനം ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്നു. വേറൊരാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്ഥാനം വിട്ടുകൊടുക്കത്തില്ല, എന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രിയ ഭയങ്കര വഴക്കാണ്. അപ്പോൾ രഞ്ജു അതുപോലെ രഞ്ജു ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പ്രിയ രഞ്ജു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയാണ്. പ്രിയയാണ് ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടല്ല നിൽക്കുന്നത്. ലാസ്റ്റ് ഗോവിന്ദ് പറഞ്ഞിട്ട് രണ്ടുപേരും കേൾക്കുന്നില്ല, രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നുണ്ട്. പ്രിയയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയ എന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കില്ല എന്നുള്ള രീതിയിലൊക്കെത്തേക്കും ഗോവിന്ദ് ലാസ്റ്റ് മടുത്തു. എന്നിട്ട് രണ്ടുപേരോട് എന്നെ അങ്ങോട്ട് വലിച്ചു കീറാൻ പറഞ്ഞിട്ട് ഗോവിന്ദ് പറയുക കേട്ടോ. എന്നിട്ട് പറയും, ഒരസുഖം വന്നാൽ മതി മനുഷ്യൻ്റെ എല്ലാം തീരാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ പെടുന്ന ബഹളം വയ്ക്കുന്ന നേരത്തെ ആ ക്യാൻസർ വാർഡിലൊന്ന് പോയി നോക്കുക. ഒരു മനുഷ്യൻ ഒരു ജീവന് വേണ്ടി കൊതിക്കുക, അല്ലാതെ ഈ അങ്ങനെ കിടന്ന് തല്ലി പിഴിയുക ഒരു മനുഷ്യൻ നോക്കില്ല. അങ്ങനെ പിരിച്ചവരിപ്പോൾ അവരുടെ ഒരു ജീവന് വേണ്ടി അവർ കൊതിച്ച ഓരോ നിമിഷങ്ങളായിപ്പം ജീവിതത്തിൽ എന്ന് പറയും. എന്നിട്ട് ഗോവിന്ദ് അങ്ങ് മാറ്റി തിരിച്ചൊന്നിരിക്കും, ഇപ്പം എന്തിനാ ഒരു വൈറസ് മതി മനുഷ്യൻ്റെ ജീവിതം ഇല്ലാക്കാനാന്ന് പറയും. എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് ഗോവിന്ദ് തിരിച്ചൊന്നിരിക്കും, ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ ഞാൻ ഈ അവസരത്തിൽ ഇത് പറഞ്ഞതെന്ന്. ഇപ്പം ഞങ്ങൾ അങ്ങനെ ഒരാളെ പേഷ്യൻറ്റിനെ പോയി കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയും. അപ്പോഴത്തേക്കും എന്താ നിങ്ങൾ എവിടെ പോയതാ ഗീതു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും ഗീതുവിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ക്യാൻസർ ആയിരുന്നു എന്നുള്ള കാര്യം അങ്ങനെ പറയുകയാണ്. അങ്ങനെ അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വിഷമാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വീട്ടിൽ അറിയുകയാണ്. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് പ്രിയ വന്നേച്ച് പറയുന്നുണ്ട്, വിനോദിനൊരു പരാതിയുണ്ട്, ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാധികയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അതിനെന്താ എല്ലാ കാര്യവും ഗോവിന്ദല്ലേ നോക്കുന്നത്, ഗോവിന്ദ അങ്ങ് സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ടില്ലേ, പിന്നെന്താ ഇനി അത് ഗോവിന്ദ് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രിയയുടെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ഈ റൂമിൻ്റെ പ്രശ്നമൊക്കെ ഇങ്ങനെ രാധികാമ്മയുടെ റൂം കൊടുക്കാന്നൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തല്ലോ. അത് ഗീതുവിൻ്റെ ഭീഷണി പുറത്താണല്ലോ രാധികാമ്മ എങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഗീതു പറയുന്നുണ്ട്, ഇവിടുത്തെ കുടുംബം ഇത്ര ഒത്തൊരുമയോട് പോകാൻ രാധികാമ്മയുടെ മനസ്സിന് മാത്രമേ കഴിയുള്ളൂ. രാധികാമ്മയുടെ ഒരു കഴിവ് തന്നെയാട്ടോ ഈ കുടുംബം ഇപ്പോഴും ഒത്തൊരുമയോടെ പോകുന്നത്, എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ സോൾവ് ചെയ്ത് സൗമ്യത്തോടെ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ രാധികാമ്മ ആകെ ചമ്മി നിൽക്കുന്ന ഒരു എപ്പിസോഡാട്ടോ ഈ കാണിക്കുന്ന, ഒരു ചമ്മി നിൽക്കുന്ന ഒരു എപ്പിസോഡും കൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.